ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി ബിരിയാണി റൈസാണ്. ഒരു 300 ഗ്രാം റൈസ് ഉണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്ത് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. റൈസ് ഒന്ന് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പത്തേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിൽ 3/4 ഭാഗം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 300 ഗ്രാം റൈസ് എടുത്തിട്ടുള്ളതുകൊണ്ട് 3/4 ഭാഗം വെള്ളം എടുത്തിട്ടുള്ളൂ. കുറച്ച് റൈസല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ റൈസിനനുസരിച്ച് ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ റൈസ് കുഴഞ്ഞിരിക്കും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ചതിന് ശേഷം മാത്രമേ ഇതിൽ അരി ഇടാനായിട്ട് പറ്റൂ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3/4 വേവ് അല്ലെങ്കിൽ ഒരു 90% റൈസ് വേവുമ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. ഒരു 8-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റൈസ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ റൈസ് ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊറ്റിയെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് വാലാനായിട്ട് വെക്കണം. ചോറിലെ വെള്ളമെല്ലാം പോയതിന് ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ട് ചൂട് പോകാനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെയും ഇരിക്കും. റൈസ് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊന്ന് ഒരു 3 മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് 1 മിനിറ്റോ അല്ലെങ്കിൽ 30 സെക്കൻഡോ വെയിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂണ് സാൾട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടണമെന്നില്ല. ജസ്റ്റ് കഷ്ണം ഇങ്ങനെ കടിക്കാനുള്ള കഷ്ണം കിട്ടുന്ന രീതിയിൽ തന്നെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ എഗ്ഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ക്യാരറ്റ്, 4-5 ബീൻസ് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത പാത്രത്തിൽ തന്നെ ഒരു 1.5 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഗാർലിക്ക് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. ക്യാരറ്റും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജീസിന് മാത്രമായിട്ട് ആണ് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ റൈസിലായാലും എഗ്ഗിലായാലും ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വെജീസിന് മാത്രമുള്ള സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ക്യാരറ്റ് നന്നായിട്ടൊന്നും വെന്ത് വരണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതിയാവും. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ എരിവിനുള്ളതൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ
ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അരി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിഡിലൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ചില്ലി സോയ റെസിപ്പിയും കൂടെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ചില്ലി സോയയുടെ റെസിപ്പി നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ.